Mary ma'am, start ചെയ്തോളൂ. Okay. Good afternoon, everybody. First of all, I warmly welcome all of you who are present here today. I am Mary, a retired higher secondary school teacher and also a student of this English practice session. I joined this session because I want to improve my communication skills and continue learning. This class is very important for me because communication is the key to expressing our ideas clearly and confidently. Learning grammar and communication skills help me not only in academic but also in our daily life. Today, it is my privilege to welcome our facilitator, Ms. Sandhya ma'am, who gave us with dedication and makes our learning easier and more effective. We are grateful for the efforts, and I am sure we will continue to benefit greatly from the teaching. Once again, I extended a warm welcome to everyone and especially to our respectful facilitator, Ms. Sandhya ma'am. Thank you, and over to ma'am. Good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, sir. So, first of all, thank you, Mary ma'am, for your wonderful words. Mary ma'am നമ്മളുടെ ഫസ്റ്റ് ബാച്ചിലെ ഒരു പാർട്ടിസിപ്പൻ്റ് ആണ്. സോ മേരി മാമിനെ പോലെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ളവരെ, അതുപോലെ മിനി മാം, അതുപോലെ ബിജു സാറ്, അതുപോലെ തന്നെ നാജിയ മാം, ഇതിലുള്ള നാജിയ മാം, ഇവരൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഓക്കെ, ഈ ഒരു ഏജിലും അല്ലെങ്കിൽ ഈ ഒരു ബിസി ഷെഡ്യൂളിലും ഇവരൊക്കെ എന്താ പറയണ്ടേ, ദേ ആർ ട്രൈങ് ടു ലേൺ സംതിങ് ന്യൂ. അതിന് അവരെടുക്കുന്ന ഒരു എഫേർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്റർമീഡിയറ്റ് കോഴ്സിൽ നമ്മളൊരു മിനി ഷാജി എന്ന് പറയുന്നവരുണ്ട്. അവർ വളരെ ബിസി ഷെഡ്യൂൾഡ് ആയിട്ടുള്ളവരാണ്. എന്നിരുന്നാലും ആ ഒരു ടൈമിൽ, ഒരു ക്ലാസ്സിന്റെ ടൈമിൽ അവർ കാണിക്കുന്ന ആ ഒരു പങ്ക്ച്വാലിറ്റി, ആ ഒരു പഠിച്ചെടുക്കാനുള്ള ഒരു ആർജവം, ഇതെല്ലാമാണ് നമ്മളെ എന്താണ്, നമുക്ക് ടൈമില്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് അത്ര തിരക്കായിരുന്നു, ഇന്ന് എനിക്ക് ഇത്ര തിരക്കായിരുന്നു എന്ന് പറയുന്നവരോട് ഇവരൊക്കെ നമ്മളുടെ മുമ്പിലുള്ള മാതൃകകളാണ് തീർച്ചയായിട്ടും. സോ ഇവരെ പോലെയുള്ള ഇത്ര സീനിയേഴ്സ് ആയിട്ടുള്ള, ഇപ്പൊ ബിജു സാറൊക്കെ എന്ന് പറഞ്ഞാൽ ITIയിലെ സാറാണ്. സാറിന്റെ ക്ലാസ്സിന്റെ സമയത്ത് അവിടെ മാറിയിരുന്നിട്ടാണ് നമ്മുടെ ക്ലാസ് കാണാനായിട്ട് വരാറ്. സോ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഇൻസ്പയറിംഗ് ആണ്. എന്ന് വെച്ചാൽ ആസ് എ ട്രെയിനർ അല്ലെങ്കിൽ ആസ് എ മെന്റർ നമ്മൾ കൂടുതൽ ഒരു റെസ്പോൺസിബിൾ ആക്കുന്നത് ഇവരൊക്കെയാണ്. ഇവരുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവണം എന്ന് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് ഇവരെ പോലെയുള്ളവരാണ്. സോ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ഇങ്ങനെയുള്ളവരെ ക്ലാസ് എടുക്കാൻ എനിക്ക് സാധിച്ചതിലും, എൻ്റെ ഒരു നോളേജിനെ എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചതിലും ഞാൻ ഒരുപാട് മേക്ക് മീ ദാറ്റ് നിങ്ങളുടെ ഒരു എഫേർട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു കാര്യം പഠിച്ചെടുക്കാനുള്ള ആ ഒരു കുട്ടികളുടെ മനസ്സ്, അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി ഞങ്ങളെ പോലെയുള്ളവർക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ ആണ്. താങ്ക് യു ഫോർ ദാറ്റ് ആൻഡ് ഐ ട്രൂലി അപ്രിഷിയേറ്റ് ഇറ്റ്. താങ്ക് യു ഓൾ. സോ ഇന്ന് നമ്മളെ പ്രീ വെബിനാർ അല്ലെ, എന്തിനെ കുറിച്ചിട്ടാണ്? നിങ്ങൾ എല്ലാവരും അതിൻ്റെ ഒരു ക്യാപ്ഷൻ കണ്ടിട്ടുണ്ടാവും അല്ലെ. ആദ്യം തന്നെ ഈ പ്രീ വെബിനാറിലേക്ക് വന്നവരെ ഞാൻ വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യാണ്. സോ കുറച്ച് പേരൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വെൽക്കം ഓൾ ഓഫ് യു. സോ നമ്മളുടെ ഇന്നത്തെ ഫ്രീ വെബിനാർ എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രാക്ടീസ് ആണ് അല്ലെ. ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രാക്ടീസ്, ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമല്ല
അല്ലെ? ഇമ്പോർട്ടൻസ്. അപ്പം നിങ്ങൾ ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്ത് പഠിക്കാനാണെങ്കിലും നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ ഒരു കാര്യമല്ല ഇത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രാക്ടീസിനെ കുറിച്ചിട്ട് നിങ്ങൾ കേൾക്കാത്തവരല്ല, ഞാൻ ആദ്യമായിട്ടും അല്ല ഇത് പറയുന്നത്. പിന്നെ എന്തിനാണ് നമുക്ക് വീണ്ടും ഒരു വെബിനാർ ഇതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു വെബിനാർ എന്തിനാണ്? എനിക്ക് സമയം പോവാത്തോണ്ടാണോ? അല്ല. അപ്പം നമുക്കറിയാം നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് 2 month ബേസിക് കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു 2 month കോഴ്സ് മുന്നോട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രാക്ടീസിലേക്ക് വരാൻ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. ഈ ഒരു പ്രാക്ടീസ്, അതായത് നമ്മളെല്ലാവരും ഇപ്പം നമ്മുടെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നവരെല്ലാവരും പറയുന്ന ഒരു ഒട്ടുമിക്ക പേരും പറയുന്ന ഒരു കാര്യമാണ്, മാം എനിക്ക് പഠിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് ആഗ്രഹം എന്നുള്ളതിന്റെ അപ്പുറം അതെന്താണ് ഒരു ആവശ്യമാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വരിക. അങ്ങനെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയും കോഴ്സിൽ എന്താണ് ഈ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് പതുക്കെ പതുക്കെ നമ്മുടെ ബ്രെയിനിന് എന്തും പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്, അല്ലേ? നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. അപ്പോ ഈ ഒരു പ്രാക്ടീസിലൂടെ പതുക്കെ പതുക്കെ അതങ്ങനെ വാമപ്പ് ചെയ്ത്, അതായത് നമ്മളൊരു പുതിയ കാര്യത്തിലേക്ക് എൻട്രി ചെയ്യാൻ, അതിനാണ് നമ്മുടെ ഈ ഒരു പ്രാക്ടീസിന് ഇത്രയും ഇമ്പോർട്ടന്റ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എൻട്രൻസിലേക്ക് എത്തുമ്പോഴേക്കും എന്താ സംഭവിക്കുക? നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന നമ്മളുടെ ആ ഒരു എന്താ പറയാ, സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ആ സ്പിരിറ്റ് ഒക്കെ കുറേശ്ശെ കുറയുന്നതായിട്ട് കാണാം. ഓക്കെ, ചിലര് പറ്റ തണുക്കും, ചിലര് തണുത്ത് ഉറയും. ഓക്കെ, അവിടെയാണ് നമ്മളെ പോലുള്ള ട്രെയിനേഴ്സിന്റെ അല്ലെങ്കിൽ മെന്റേഴ്സിന്റെ ആവശ്യം എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യാൻ എപ്പോഴും മടിയാണ്, അല്ലെ? അതിലേക്ക് എൻട്രി ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനാണ് ഈ ഒരു പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് വീണ്ടും വീണ്ടും പറയുന്നതും, അതിന് വീണ്ടും നമ്മളൊരു പുതിയതായിട്ട് ഒരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് വീണ്ടും വീണ്ടും എടുത്തു പറയാനും നമ്മുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാത്രമാണ്. ഇതൊരു 2 month ബേസിക് കോഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു നമ്മുടെ ഗ്രാമർ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ് ഇത്. ബട്ട് ഗ്രാമർ മാത്രമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. എന്താണ് ഗ്രാമർ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയാം, ഭയങ്കര ബോറിംഗ് പ്രോസസ്സാണ് ഇപ്പൊ ഗ്രാമർ പഠിക്കുക എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഈ ഒരു ഗ്രാമറിലൂടെ, ഒരു പ്രാക്ടീസിലൂടെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ അതിനെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്ത് അതിലൂടെ അതിൻ്റെ ഒരു ഹെസിറ്റേഷൻ, സംസാരിക്കാനുള്ള ഹെസിറ്റേഷൻ മാറ്റിയെടുത്ത് നമ്മളൊരു പുതിയ കാര്യത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ്. ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള ആ ഒരു ഭാഷയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതെ, ഈ പ്രാക്ടീസ് എന്ന് പറയുന്ന കുറെ വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുന്നതാണോ? അല്ല. പ്രാക്ടീസ് കൊണ്ട് വേറെ എന്തെല്ലാമാണ് നമുക്ക് കിട്ടുന്നത്? പ്രാക്ടീസ് നമ്മളെ ഡിസിപ്ലിൻഡ് ആക്കുകയാണ്, ഒരു കാര്യത്തിലേക്ക് നമ്മളെ ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ്, ഡിസിപ്ലിൻഡ് ആക്കുകയാണ്, അല്ലെ? ആ ഒരു പ്രാക്ടീസിലൂടെയാണ് നമുക്ക് എന്താണ് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഗ്രോത്തിലേക്ക്, ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താനും ആണ് നമ്മൾ ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അത് ഒരു സെന്റൻസിനെ ബൈ ഹാർട്ട് ചെയ്യാനും അത് മാത്രമല്ല പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പം നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസിനെ കുറിച്ച് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? എന്തിനാണ് നമ്മൾ വീണ്ടും പ്രാക്ടീസിനെ കുറിച്ച് പറയുന്നത്? ഒരാളുടെ സക്സസ് എന്ന് പറയുന്നത് അവരുടെ ടാലന്റ് മാത്രമാണോ? അല്ല. ഒരാളുടെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ദെയർ ടാലന്റ്, ദാറ്റ്സ് അബൌട്ട് അവരുടെ ഒരു എത്രത്തോളാണ് അവരുടെ ഒരു വില്ലിങ്നെസ്, ഹൗ മച്ച് ദേ ആർ വില്ലിങ് ടു പ്രാക്ടീസ്, ഹൗ മച്ച് ദേ ആർ പ്രാക്ടീസിങ് ദാറ്റ് തിങ് എന്നുള്ളതാണ് അയാളുടെ സക്സസിലേക്കുള്ള ഒരു കീ എന്ന് പറയുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, അത് സ്പോക്കൺ ഇംഗ്ലീഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് ചെയ്യാനും നമുക്ക് ഈ ഒരു പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ ആയിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒന്നാണ് പ്രാക്ടീസ്, അല്ലെ? അപ്പോൾ ഈ പറയുന്ന പ്രാക്ടീസിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ, അല്ലെ, നമ്മൾ ഈ ഒരു 2 month കോഴ്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞു ബേസിക് കോഴ്സ് ആയിട്ടുള്ള 2 month കോഴ്സ്, അത് ഗ്രാമർ മാത്രമല്ല, ഈ ഗ്രാമറും അതിൽ കൂടെ നമ്മൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രാക്ടീസിലൂടെ നമ്മളെ ബ്രെയിനിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അത് ഈ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനാണ്, അല്ലെ? നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമുക്ക് ഈ പറയുന്ന പ്രാക്ടീസിലൂടെ നമ്മൾ ഒരു സെർട്ടൈൻ ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആവുക, അല്ലെ?
അപ്പം അതിലേക്കാണ് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് എടുക്കപ്പെടുന്നത് ഇതിലൂടെയാണ്. അപ്പം ഈ ഒരു ഫസ്റ്റ്, അതായത് ഒരു കോഴ്സിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ പ്രാക്ടീസ് ചെയ്യാനുള്ള പേഷ്യൻസ്. അതിനാണ് ഈ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഒരു തലക്കെട്ടോട് കൂടിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ എന്താണ് ഒരു പ്രീ വെബിനാർ കൊടുക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു പേഷ്യൻസ് നമ്മൾ ഇതിന് കാണിക്കണം, അല്ലെ? എന്തും നമുക്ക് പെട്ടെന്ന് നടക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം, അല്ലെ? പക്ഷെ നമ്മളൊരു ലേണിങ്ങിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? പേഷ്യൻസ് ആണ്. ആ പേഷ്യൻസ്, ആ ഒരു സ്ലോ ലേണിങ് നമുക്ക് തരുന്നത് ഒരു പേഷ്യൻസ്, അല്ലെ? അതേപോലെ തന്നെ എന്താ പറയാ, ഒരു എഫേർട്ട് ഇടാനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. പ്രാക്ടീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് വെറും കുറെ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാനല്ല, അല്ലെ? പേഷ്യൻസി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നുണ്ട്, നമ്മളൊരു എഫേർട്ട് ഇടാൻ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളൊരു ഡിസിപ്ലിൻഡ് ആവാൻ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഫോക്കസ്ഡ് ആവാൻ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഒരു ഗ്രോത്തിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കാനും ഈ പ്രാക്ടീസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ലാതെ ഈ പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെ സെന്റൻസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അത് അതുപോലെ തന്നെ ഡെലിവർ ചെയ്തിട്ട് അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് നമ്മുടെ 2 month കോഴ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് പ്രാക്ടീസിൽ നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ ഒരു പ്രാക്ടീസ്, ഇപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു കോഴ്സിൽ ഇപ്പൊ നമ്മുടെ ഒരു പ്രാക്ടീസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതെങ്ങനെയാണുള്ളത്? അതായത് നമ്മള് ഏത് ചാപ്റ്റർ കഴിഞ്ഞാലും ആ ചാപ്റ്ററിനെ ഓറിയന്റഡ് ആക്കിയിട്ട് ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ എന്താ പ്രാക്ടീസ് നടക്കുന്നത്, അല്ലെ? ആദ്യത്തെ ചാപ്റ്ററിൽ ചെറിയ ഒരു സെന്റൻസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? അത് കഴിഞ്ഞിട്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും ഒന്നൊന്ന് എന്താണ് അതിന്റെ ലെങ്ത് കൂടി അതെന്താണ് ചെറിയ സെന്റൻസ് എന്ന് വലുതായി അങ്ങ് എത്തുമ്പോഴേക്കും അതൊരു പാരഗ്രാഫ് ആയിട്ട് മാറുന്നുണ്ട്, അല്ലെ? അപ്പോ ഈ ചെറിയ സെന്റൻസ് ആണെന്നുണ്ടെങ്കിലും വലിയൊരു പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിലും അതിൽ എന്താണ് നമുക്ക് ഒരു മടി കൂടാതെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഈസി വേയിൽ കൂടെ, അല്ലെങ്കിൽ നമുക്ക് ആസ് എ പേഴ്സൺ മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള എക്സാമ്പിൾസും നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ പിക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുക്കുകയും അത് നിങ്ങൾ എന്താ ചെയ്യണേ, പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ ഈ ഒരു എക്സാമ്പിൾ എങ്ങനെയാ ഉള്ളത്? ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ചെറുതാണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു വിഷ്വലൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ കണ്ടന്റ്, ചെറിയൊരു സ്റ്റോറി ഉൾപ്പെട്ടിട്ടുള്ള നമുക്ക് പഠിക്കാൻ എളുപ്പത്തിലുള്ള ഒരു സ്റ്റോറി പോലെയാണ് നമ്മളുടെ ഈ ഒരു സെന്റൻസ് ഉണ്ടാവുക, അല്ലെ? ആ സെന്റൻസിനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു കോഴ്സിലൂടെ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ ആൾക്കാരും ഈ ഒരു കോഴ്സിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളൊരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? നമ്മളൊരു കാര്യത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ, അല്ലെ? നിങ്ങളൊരു പുതിയൊരു കോഴ്സിലേക്ക് എൻട്രി ചെയ്യുമ്പോഴാണ് ആ കാര്യം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ എത്രത്തോളം നിങ്ങൾക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കാലിബർ, ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നത് ഒരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുമ്പോഴോ ആണ്, അല്ലെ? അതിൽ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീക്ക്നെസ് എന്താണെന്നും നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നും, അല്ലെ? ഈ കോഴ്സിൽ നിന്ന് പലരും എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ ആ ഒരു സെന്റൻസിനെ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത് എന്നുള്ളത്. അവിടെയാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു പൊട്ടൻഷ്യലിനെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കഴിവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട്, ഈ പറയുമ്പോൾ നേരത്തെ തുടക്കം എന്തായിരുന്നു? മാം, എനിക്കിത് നന്നായിട്ട് സംസാരിക്കാൻ അറിയണം, അല്ലെ? എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പഠിക്കാൻ ആഗ്രഹം എന്നുള്ളതിന്റെ അപ്പുറം അതെന്താണ് ഒരാവശ്യമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, അല്ലെ? ആ ഒരു ആവശ്യമായിട്ട് മാറിയിട്ടുള്ള ഒരവസ്ഥയില്, അല്ലെ, നമ്മൾ എന്തും ചെയ്യാൻ വില്ലിങ് ആവും, അല്ലെ? അപ്പൊ ഇതിലൊരു പാർട്ടിസിപ്പന്റ് അവരെടുത്ത് ഞാൻ പറയാണ്, മഞ്ജു. ഓക്കെ, മഞ്ജു ഇതിന് ഒരു പുതിയ ടെക്നിക്ക് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ ഒരു ടെക്നിക്ക്. ഓക്കെ, സോ മഞ്ജു ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുടെ അറിവിന് വേണ്ടിയിട്ട് പറയാന്നേ ഉള്ളൂ കേട്ടോ. എങ്ങനെയാണ് ഒരാൾ പുതിയതായിട്ട് ഒരു കാര്യം പഠിക്കുമ്പോൾ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കുന്നത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അതായത് ഒരു സെന്റൻസിന് മഞ്ജു വായിച്ചിട്ട് മഞ്ജുന് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയാം, മാം ഞാൻ ഈ തരത്തിലാവുമ്പോൾ എനിക്കിത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസിനെ മഞ്ജു പിക്ചറൈസ് ചെയ്യും,
അതായത് വരച്ച് പിക്ചറൈസ് ചെയ്യും ഒരു സെന്റൻസിനെ. ഓക്കെ, ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ദർ വാച്ചിങ് എ മൂവി അബൌട്ട് എ സോൾജിയർ ഹൂ സേവ്ഡ് എ ടൗൺ ഡ്യൂറിങ് എ വാർ, അല്ലെ? ആ ഒരു സെന്റൻസിനെ മഞ്ജു ഇങ്ങനെ വരച്ചു വെച്ചേക്കാണ്. എന്ത്, ഒരു ടി വി കാണുന്നത് പോലെ. അതുപോലെ തന്നെ കുറെ കുട്ടികൾ ഇരുന്ന് ടി വി കാണുന്നത് പോലെ, അതുപോലെ തന്നെ ടി വി വരച്ചു വെച്ചിട്ടുണ്ട്, ഒരു സോൾജറെ വരച്ചു വെച്ചിട്ടുണ്ട്, ഒരു തോക്കും വരച്ചു വെച്ചിട്ടുണ്ട്, ആ വാറിന്റെ ഒരു ആംബിയൻസും വരച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഓരോന്നോരോന്ന് കൈവച്ച് അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കി തരാണ് ഇവരൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ ബിജു സാറ് അത്രയും തിരക്കിലാണെന്നുണ്ടെങ്കിലും സാറിന്റെ ഓരോ നോട്ട്സും ആക്ടിവിറ്റീസും ഒക്കെ പക്ക ക്ലിയർ ആണ്. അവരുടെ അടുത്തൊന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണ്ട. അവരുടെ ഒരു പഞ്ച്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് അവരെടുക്കുന്ന ഒരു എഫേർട്ട്, ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആണ്, ഓരോ ആൾക്കാരുടെ എഫേർട്ട് ഇടുന്നതും ഡിഫറെന്റ് ആണ്, അവരൊരു കാര്യം ക്യാപ്ചർ ചെയ്യുന്നതും ഡിഫറെന്റ് ആണ്, അല്ലെ? അവരൊരു കാര്യം റിസീവ് ചെയ്യുന്നതും അതിനെ അവര് എക്സ്പ്രസ് ചെയ്യുന്നതും ഒക്കെ ഡിഫറെന്റ് വേയിലൂടെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു ഫസ്റ്റ് ബാച്ചിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഓരോ ആൾക്കാരും ഇപ്പം റിനി അവര് എന്താ പറയാ, അതായത് ഒരു നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ, നമ്മളൊരു കോഴ്സിലേക്ക് വന്നാൽ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ഡെഡിക്കേഷൻ ആണ്. ആ ഒരു കാര്യത്തിന് 2 months തീർക്കാനുള്ള ആ ഒരു ഡെഡിക്കേറ്റഡ് ആവാനുള്ള ആ ഒരു മനസ്ഥിതി ആദ്യം, അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു മെന്റാലിറ്റി, അതായത് പ്രാക്ടീസിലൂടെയൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു മെന്റാലിറ്റി. ഓക്കെ, പ്രാക്ടീസ് നമ്മളെ ഒരുപാട് മെച്ചപ്പെടുത്തും, അല്ലെ? പ്രാക്ടീസ് എന്ന് പറഞ്ഞ പ്രാക്ടീസ് എന്താ പറയാ, ഒരു വല്ലാത്തൊരു പ്രോഗ്രസ് ആണ് നമുക്ക് തരുന്നത്, അല്ലെ? ഒരു പ്രാക്ടീസ്, ഒരാൾ അത്രയും പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്, അല്ലെ? ആ ഒരു പ്രാക്ടീസിലേക്ക് നമ്മൾ എത്താൻ എടുക്കുന്ന ആ ഒരു ടൈം മതി. നമ്മളുടെ ആ ഒരു എന്താ പറയാ മൈൻഡ് സെറ്റിലേക്ക് വന്നാൽ പിന്നെ ബാക്കിയൊക്കെ ഓക്കെയാണ്. നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ്. ഏതൊരു എന്താ പറയാ, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളും, എവറി എക്സ്പേർട്സ് ഫസ്റ്റ് വൺസ് എ ബിഗിനർ എന്നാണ്, അല്ലെ? ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിന്ന് അയാൾ ഒരു എന്താണ്, ഒരു എക്സ്പേർട്ട് ലെവലിലേക്ക് എത്തുന്നത് എവിടുന്നാണ്, എങ്ങനെയാണ്? പ്രാക്ടീസിലൂടെയും കൺസിസ്റ്റൻസിയിലൂടെയാണ്, അല്ലെ? അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോൾ ഒരു പഞ്ച്വാലിറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു 2 മണി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന കുറെ പേരുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് ആ ഒരു ടൈമിൽ അവിടെ വന്നിരുന്ന് അവരുടെ എന്താ പറയാ ഡൗട്ടുകൾ, വളരെ പേഴ്സണൽ ആയിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞ ഡൗട്ടുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ഇപ്പൊ ചോദിക്കുന്നത്. ഓക്കെ, എന്നാലും ഞാൻ പറയുന്നു, പുതിയതായിട്ട് ഇപ്പൊ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നവരുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, അതായത് ഒരു കാര്യത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ, എന്നിട്ട് ഞാൻ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആണ്, അത് കാരണം ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പഠിക്കാൻ വരുന്നവരുടെ മൈൻഡ് സെറ്റ് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ആദ്യം എനിക്കിത് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു വരുന്നവര് പ്രാക്ടീസിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടോ തണുക്കുന്നു. ഓക്കെ, അപ്പൊ ആ എവിടെയാണോ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ കയറി അറ്റാക്ക് ചെയ്യുന്നത്. അവരെ പേഴ്സണലി എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നമ്മൾ അവിടെ ഇരുന്ന് അവരോട് അനലൈസ് ചെയ്ത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് ഏത് രീതിയിലാണോ കൊടുക്കാൻ പറ്റുക, അതാണ് നമ്മുടെ ക്ലാസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് കുറെ കാര്യങ്ങൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുക എന്നുള്ളതല്ല ഈ കോഴ്സിന്റെ ഉദ്ദേശം. കുറെ പ്രാക്ടീസ്, കുറെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ കോഴ്സിന്റെ ഉദ്ദേശം. അതായത് ഒരു 2 month കോഴ്സ് എങ്ങനെയെങ്കിലും തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ കോഴ്സിന്റെ ഉദ്ദേശം. നമ്മുടെ കോഴ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഏത് ലെവലിലാണോ ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ വന്നത്, ആ ലെവലിൽ നിന്ന് നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നാൻ പാകത്തിനായിരിക്കണം ഈ ഒരു 2 month കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോ എനിക്ക് പ്രൗഡ്ലി ഈ ഒരു ബാച്ചിനെ കുറിച്ചിട്ട് എനിക്ക് പ്രൗഡ്ലി പറയാൻ പറ്റും. കാരണം ഈ ഒരു പ്രാക്ടീസിലൂടെ, ഓക്കെ, ഈ ഒരു പ്രാക്ടീസിലൂടെ ഈ പറയുന്ന ചെറിയ ചെറിയ സെന്റൻസുകളിലൂടെ കടന്നു വന്ന് ഒരു സ്പീക്കിംഗ് ഓറിയന്റഡ് ആയിട്ട്, ഓക്കെ, ഒരു
ഒരു ടോപ്പിക് പ്രസന്റേഷനിലേക്ക് ദിവസം ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നവരുണ്ട് ഇതില്. ഓക്കെ, അപ്പൊ ആ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഒരു അജണ്ട, അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, അപ്പൊ അത് നമുക്ക് എപ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ, എന്തും പെട്ടെന്ന് പഠിച്ചെടുക്കാനല്ല, ദയവ് ചെയ്തിട്ട് ആ ഒരു മെന്റാലിറ്റി എല്ലാവരും മാറ്റുക എന്നുള്ളതാണ്. ഈ ഒരു 2 month കോഴ്സിന് നമ്മൾ ആദ്യമായിട്ട് എൻക്വയറി ചെയ്യാൻ വരുന്നവർ വരെ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ 2 month കോഴ്സ് കൊണ്ട് മാം എനിക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ലേ എന്നത്. ഈ 2 month ബേസിക് കോഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറയും, അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ ഇരിക്കും, നിങ്ങളുടെ ഒരു ഇംഗ്ലീഷിന്റെ ലെവലിൽ വെച്ചിട്ട് ഇരിക്കും. ഓക്കെ, നിങ്ങളുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ പ്രാക്ടീസിലൂടെ നിങ്ങളെ കടത്തിവിടാൻ, ഈ പ്രാക്ടീസിലൂടെ, ഈ പ്രോസസ്സിലൂടെ കടന്നു പോവാൻ നിങ്ങൾ എത്രത്തോളം വില്ലിങ് ആണോ അത്രത്തോളം ആയിരിക്കും നിങ്ങൾ ഈ നേരത്തെ ചോദിച്ചതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ 2 month കൊണ്ട് എനിക്ക് ഒരു റിസൾട്ടിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ലാംഗ്വേജ് ഒരു ഫ്ലുവന്റ് സ്പീക്കർ ആവാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു എഫേർട്ട് ഇടാൻ ആരൊക്കെയാണോ വില്ലിങ് ആയിട്ടുള്ളവർ, അവർക്ക് നല്ല റിസൾട്ട് ഈ ഒരു ബാച്ചിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ അതിലേക്ക് കടന്നു വരാൻ, ഓക്കെ, ആ ഒരു കാര്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മളെ ട്രെയിൻ ചെയ്യുന്നതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പ്രാക്ടീസിനോട് തന്നെ നമ്മൾ എന്താ പറയാ, ഈ ഗ്രൂപ്പിലുള്ളവർ എത്രത്തോളമാണ് ഈ ഒരു പ്രാക്ടീസിലൂടെ ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത് എന്നും കൂടി നമുക്ക് അവരുടെ ഫീഡ്ബാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ബട്ട് അതിന്റെ മുമ്പായിട്ട് നമ്മൾ 1-2 കാര്യങ്ങളും കൂടെ പറയട്ടെ. അതായത് നമ്മൾ ഈ ഒരു 2 month കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് നമ്മളൊരു ഇതിന്റെ തന്നെ ഒരു ഇന്റർമീഡിയറ്റ് കോഴ്സ് 2 month കഴിഞ്ഞവർക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് കോഴ്സ് നമ്മൾ ഉടനടി ആരംഭിക്കുന്നതാണ്. അല്ലാതെ തന്നെ ഒരു ഇന്റർമീഡിയറ്റ് കോഴ്സും കൂടി, അതായത് മാം എനിക്ക് ഗ്രാമർ സെക്ഷൻസ് ഒക്കെ ഓക്കെയാണ്, ഞാൻ ഗ്രാമറിൽ ഞാൻ തറവാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ എന്ന് പറയുന്നവർക്ക് എന്താണ്, നമുക്കൊരു ഇന്റർമീഡിയറ്റ് കോഴ്സും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഫൈസൽ സാറ് അതിന്റെ പോസ്റ്റർ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് എൻട്രി ചെയ്യുന്നവര്. അപ്പം ഇന്റർമീഡിയറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ, 1 hour നമ്മൾ ഇംഗ്ലീഷിൽ മാത്രമേ നമ്മൾ സംസാരിക്കുള്ളൂ ഇന്റർമീഡിയറ്റ് കോഴ്സിൽ. ആൻഡ് അവിടെ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ മിസ്റ്റേക്കുകൾ തിരുത്താനുള്ള പ്രാക്ടീസിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് അതാണ് കേട്ടോ. ആദ്യം നമ്മൾ പ്രാക്ടീസിലൂടെ നേടുന്നത് നമ്മളെ മിസ്റ്റേക്കുകൾ പുറത്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്രത്തോളാണ് മിസ്റ്റേക്സ് പഠിച്ചു വെച്ചിട്ടുള്ളത് എന്നും നമ്മളെ മിസ്റ്റേക്ക്, അതാണ് നമ്മൾ ഈ 2 month കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 2 month കോഴ്സിൽ നമ്മൾ ഒരു പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് പഠിച്ചെടുത്ത ഒരുപാട് നമ്മൾ ക്ലാരിഫൈ ചെയ്ത് പോയിട്ടുള്ള ഈ ഒരു കോഴ്സിന്റെ, അതായത് ആരാണോ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു കോഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അവർക്ക് അതിന്റെ റിസൾട്ട് എവിടെ കാണാൻ പറ്റും? ഇന്റർമീഡിയറ്റ് കോഴ്സിൽ കാണാനായിട്ട് സാധിക്കും. ഇന്റർമീഡിയറ്റ് കോഴ്സ് എന്ന് പറയുന്നത് 1 month ആണ്. ഓക്കെ, അപ്പം ഈ 2 month കഴിഞ്ഞിട്ട് ഇന്റർമീഡിയറ്റിലേക്ക് വരുന്നവരും ഫ്രഷേഴ്സ് ആയിട്ട് ഇന്റർമീഡിയറ്റ് വരുന്നവർക്കും ചെറിയൊരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, 2 month കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർമീഡിയറ്റിലേക്ക് വരുമ്പോഴേക്കും ഓവറോൾ ഗ്രാമറിന്റെ എല്ലാ മുക്കും മൂലയും നമ്മൾ തപ്പിയെടുക്കുകയും അവിടുന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുകയും ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് നമ്മൾ എൻ്റർ ആവുന്നത്. അപ്പൊ നമ്മുടെ വഴി കുറച്ചും കൂടി തുറന്നിടപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ ഈ പ്രാക്ടീസിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള നമ്മളുടെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ഹെസിറ്റേഷനും ഒക്കെ മാറിയിട്ട് നമുക്ക് എന്താണ് ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ 2 month കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർമീഡിയറ്റിലേക്ക് വരുന്നവർക്ക് എന്താണ്, കുറച്ച് എഫേർട്ട് ഞാൻ ഇട്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് നേരിട്ടപ്പോൾ ഞാൻ ഇന്റർമീഡിയറ്റ് കോഴ്സ് വൈകുന്നേരങ്ങളിൽ എടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്താണ്, ഇന്റർമീഡിയറ്റ് കോഴ്സിൽ വരുന്നവർക്ക് ചിലവര് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ളവരാണ് കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, കാരണം 2 month കോഴ്സ് എടുക്കുന്നതിന്റെ ബെനിഫിറ്റ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആ ഒരു 2 month കഴിഞ്ഞിട്ട് നമ്മൾ സ്ലോലി, ഞാൻ നേരത്തെ പറഞ്ഞ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ
ക്ലാസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിക്കുന്ന രീതി അത് ഹറിമറി ആവാതെ ടൈം എടുത്ത് നമുക്ക് അത് പഠിക്കാനുള്ള ഒരു പേഷ്യൻസ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ടൈം എടുത്ത് പഠിച്ചതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഇന്റർമീഡിയറ്റിൽ വരുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ 2 കോഴ്സുകളാണ് ഇതിന് ശേഷം ഇപ്പൊ നമ്മൾ ഈ ഒരു 2 month കഴിഞ്ഞിട്ട് നമ്മൾ പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിന്റെ തന്നെ സെക്കൻഡ് ബാച്ചും അതുപോലെ തന്നെ നമ്മളുടെ ഇന്റർമീഡിയറ്റിന്റെ ഈ 2 month കഴിഞ്ഞവർക്ക് ഒരു ഇന്റർമീഡിയറ്റും അതുപോലെ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു ഇന്റർമീഡിയറ്റ് കോഴ്സുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഞാൻ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇപ്പൊ നമ്മള് വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് പ്രാക്ടീസ് എങ്ങനെയാണെന്നും പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിപ്പോ ഇതിലൊരു മൂന്ന് ഫ്രീ വെബിനാറെങ്കിലും ഈ ഒരു കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അപ്പം ഈ 3 ഫ്രീ വെബിനാറിലും ഈ പ്രാക്ടീസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രാക്ടീസിനെ കുറിച്ചും നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ചിട്ടും ഇത് പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യപ്പെടുന്നതെന്നും ഓരോ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു 2 month കോഴ്സിൽ പഠിക്കുന്നത് എന്നും എല്ലാം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോഴും ഞാൻ പ്രാക്ടീസിനെ കുറിച്ചിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു പ്രാക്ടീസിലൂടെ കടന്നു വന്നിട്ടുള്ള നമ്മളുടെ ഈ ഒരു 2 month കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് കുറച്ചൊരു പോർഷൻസും കൂടെയാണ് അവിടെ പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പം ഇപ്പൊ നമ്മുടെ ബേസിക് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഓക്കെ എന്ത് ബെനിഫിറ്റ് ആണ് ഈ ഒരു പ്രാക്ടീസിലൂടെ, അത് മാത്രം പറയാം. ഈ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾ എൻട്രി ചെയ്തപ്പോ ഈ ഒരു മെത്തേഡിലൂടെ ഇപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് എൻട്രി ചെയ്തപ്പോ നിങ്ങൾക്ക് എത്രത്തോളാണ് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയതും നിങ്ങൾ ഇപ്പോഴും എന്താണ് ഒരു ടോപ്പിക് പ്രസന്റേഷനിലേക്ക് എത്തിയതും എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു ഫീഡ്ബാക്കും കൂടെ പറഞ്ഞാൽ നമുക്ക് അവരിലൂടെ തന്നെ മനസ്സിലാക്കാം അല്ലെ? അപ്പം ഇത് കുറെ പറയാന്നുള്ളതിന്റെ അപ്പുറം അത് പ്രാക്ടിക്കൽ വൈസ് എങ്ങനെയാണ് അവർക്ക് ഉപകാരപ്പെട്ടത് എന്നുള്ളത് നമ്മൾക്ക് അവരിൽ നിന്ന് കേൾക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മഞ്ജു. കുറച്ച് ദിവസമായി ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല, സോറി. വളരെയധികം എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ അടുത്ത് തന്നെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ജോലി സംബന്ധമായിട്ട്. അത് കാരണമാണ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തതും. അന്ന് ഭയങ്കര എളുപ്പമായിട്ടാണ് ഞാൻ അന്ന് അവിടെ സംസാരിച്ചത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞ ഒരു എപ്പോഴും ഒരു നമുക്ക് ഈ ഒരു ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു നിർത്തലുണ്ടായിരുന്നു. പക്ഷെ ഒരു ഫ്ലോയില് എങ്ങനെയോ സംസാരിച്ചു. അത് വളരെ അത്ഭുതമായിട്ട് തന്നെ എനിക്കും ഫീൽ ചെയ്തത്. അത് ഈ പ്രാക്ടീസിന്റെ ഒരു മെച്ചം തന്നെയാണ്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ തന്നെ സംസാരിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാവുമ്പോഴുള്ള ഒരു മെച്ചം തന്നെയാണ്. അത് ഭയങ്കര കോൺഫിഡൻസ് ലെവല് കൂട്ടിയിട്ടുണ്ട്. ഇനിയും പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇച്ചിരി തിരക്കുകളൊക്കെ വന്ന് പെട്ടൊക്കെയാണ് ഇപ്പൊ ഡെയിലി ഞാൻ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ക്ലാസ്സിന്റെ ഒപ്പം എത്തിയിട്ടില്ല. പക്ഷെ ഈ ഒരു നമ്മളെ ഡെയിലി ചെയ്യുന്നതിന്റെ പ്രാക്ടീസിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ മലയാളം പറയുന്ന പോലെ തന്നെ മറ്റൊരാളുടെ മുന്നിൽ ചെന്നിട്ട് ഇംഗ്ലീഷിലൊന്ന് പറയാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു അനുഭവമായിരുന്നു. അതിന് വളരെയധികം നന്ദിയുണ്ട് മാമിനോട്. മോളി ഇച്ചിരി ബഹളം ഉള്ളത് കൊണ്ട് ഞാൻ മൈക്ക് ഓഫ് ചെയ്യാണ്. അവളോട് വാശി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ മാം. ഓക്കെ മഞ്ജു, താങ്ക് യു ഫോർ യുവർ മാം. മാം, എനിക്ക് ക്ലാസ്സിന് വരുന്നതിന് മുന്നേ ഇപ്പം എന്റെ മോളിപ്പോ LKG പഠിക്കുക. അപ്പൊ പുള്ളിക്കാരിയുടെ അടുത്ത് പോലും സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അവളുടെ അടുത്ത് ഇംഗ്ലീഷിൽ അവൾക്കൊന്നും അറിഞ്ഞൂടാ. എന്നാൽ പോലും എനിക്ക് അവളോട് സംസാരിക്കാൻ കൂടി പേടിയാണ്. എനിക്കാണെങ്കിൽ മനസ്സിൽ എന്താണ് പറയേണ്ടതെന്നുണ്ടാവും, പക്ഷെ വായിക്കൂടി അത് വരില്ല. കാരണം ഞാന് പഠിക്കണ സമയത്ത് സൈലന്റ് ആയിട്ട് റീഡ് ചെയ്യണ ഒരാളാണ്. അപ്പൊ എനിക്ക് ഈ വാക്കുകളൊക്കെ സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആവും, എല്ലാം മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞു പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ ഫലമായിട്ടായിരിക്കാം എനിക്ക് ആരുടെ സംസാരിക്കുമ്പോഴായാലും ഇങ്ങോട്ടൊന്നും വരില്ല. തലയ്ക്കകത്തല്ല എന്തേലും കാണും, പക്ഷെ ഒന്നും പുറത്തോട്ട് ഭയങ്കര ബ്രേക്ക് ആയി പോകും എനിക്ക്. പക്ഷെ ഇപ്പൊ മാം ഇങ്ങനെ വലിയ ലോങ് സെന്റൻസ് ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് എനിക്ക് മോളെടുത്ത് അതിനനുസരിച്ച് ഇനി സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് വരുന്നുണ്ട്.
അതിപ്പോ അല്ലാണ്ട് തന്നെ ഇപ്പൊ സംസാരിക്കുമ്പോഴായാലും ഹസ്ബൻഡിന്റെ അടുത്തായാലും ചുമ്മാങ്കിലൊക്കെ സംസാരിക്കുമ്പോഴേക്കും ഇപ്പൊ മുമ്പത്തെക്കാളും ഒക്കെ കൂടുതൽ എനിക്ക് ഇംഗ്ലീഷിൽ വരും, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഈ പ്രാക്ടീസിലൂടെ എനിക്ക് കിട്ടിയ നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് കാണാം. താങ്ക് യു മാം. താങ്ക് യു റിനി, വെരി വണ്ടർഫുൾ. അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു റിനി ഫോർ യുവർ വണ്ടർഫുൾ വേർഡ്സ്. യാ, ബിജ് സാർ പറഞ്ഞോളൂ. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഞാൻ ഭയങ്കര വീക്കാണ്. വീക്ക് വെച്ചാൽ ടെക്നിക്കൽ സ്കൂളാണ്, അതുപോലെ എല്ലാം ടെക്നിക്കലാണ് പഠിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഇതുവരെ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും ടീച്ചറിന്റെ ആ ഒരു എന്താ പറയാ കമ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നന്നായിട്ടൊരു പെട്ടെന്ന് ഇംഗ്ലീഷ് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്. പ്രശ്നമില്ല, അതുകൊണ്ട് ഒരു ടോപ്പിക് ഒക്കെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ അത് തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നീട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ 10-12 ദിവസം ക്യാമ്പിലായിരുന്നു. അത് കഴിഞ്ഞിപ്പോ ഒരാഴ്ച അസുഖമായിട്ട് കിടപ്പാ. ക്യാമ്പ് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് ശരിക്കൊന്നും എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. അവിടെ 12 മണി വരെ കണ്ടിന്യൂസ് വർക്ക് ആയതുകൊണ്ടേ ഉറക്കമില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഇപ്പോഴും മരുന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. കോളേജിൽ പോയിട്ട് 4 ദിവസമായി കിടപ്പായിരുന്നു. ഇതിനുവേണ്ടി എനിക്ക് വന്നതാണ്, ഈ ക്ലാസ്സിലേക്കാണ് എനിക്ക് വന്നത്. ഓക്കെ. അപ്പൊ എന്താ അത് മാത്രമല്ല, ഇത്തവണ സാധാരണ ഹിന്ദിയിലാണ് കമാൻഡിങ് ഓഫീസറൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കുള്ളൂ. സാധാരണ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇത്തവണ എനിക്ക് എന്തോ ഇംഗ്ലീഷിലോട് ഇത് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിച്ചെന്നുള്ളതാണ്. അത്ര ഫ്ലുവന്റ് ആയിട്ടല്ല എങ്കിലും മാക്സിമം ഞാനത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ. ഇനി നെക്സ്റ്റ് ടൈം ക്യാമ്പിന് പോകുമ്പോൾ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് ഞങ്ങളെ കമാൻഡിങ് ഓഫീസറിന്റെ ഹയർ ഓഫീസേഴ്സ് എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് സംസാരിക്കാൻ ഒരു ആഗ്രഹം കൂടിയിട്ടാണ് ഇംഗ്ലീഷ് ചേർന്നത്. അത് സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യും, പക്ഷെ ഇത്തിരി പ്രാക്ടീസ് ഡെയിലി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയത്തിന്റെ ഒരു പരിമിതിയും പിന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ്. ഇനി എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, യാ, അതാണ് നമ്മളൊരു പ്രാക്ടീസിലൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്തവരാണ് നിങ്ങളൊക്കെ അല്ലെ. ആ ഒരു പ്രാക്ടീസ് നമ്മൾ എത്രത്തോളാണ്, അതായത് ഒരു റിപ്പീറ്റിംഗ് ആക്ടിവിറ്റി നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ആ ഒരു നമ്മുടെ ബോഡിക്കും അതുപോലെ തന്നെ നമ്മൾ മൈൻഡിനും കൊടുക്കുന്ന ഒരു എഫിഷ്യൻസി ഉണ്ട്. അതാണ് ഈ പ്രാക്ടീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുറെ കാര്യങ്ങൾ നമ്മൾ കാണാതെ എന്താ പറയാ വിഷ്വലൈസ് ചെയ്ത് പറയാ, എന്നിട്ട് അതിനെ നമ്മൾ അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്യുക എന്നുള്ളതല്ല. ആ ഒരു ട്രെയിനിങ്, ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ നമ്മളെ തന്നെ കടത്തിവിടാൻ, നമ്മൾ നമ്മളെ തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു 2 month കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്താൻ പറ്റി എന്ന് എല്ലാവരും പറയുന്നത്. ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങളെ കടത്തിവിട്ടതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും, അതുപോലെ നമ്മളതിന് വില്ലിങ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതെന്താണ്, നമുക്ക് അതിനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് തേടി വരും. നമുക്ക് സമയമില്ല എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള സമയങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ ഇതിലേക്ക് എൻട്രി ചെയ്യാന്നുള്ളതാ. ആദ്യം നമ്മൾ ഇതിൽ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് പല എന്താ പറയുക ചിന്തകൾ ഉണ്ടാവും. ഞാനിതിൽ എൻട്രി ചെയ്ത് എനിക്ക് ഇങ്ങനെ സമയമില്ലല്ലോ, അങ്ങനെ സമയമില്ലല്ലോ, അങ്ങനെ ചിന്തിച്ച് വന്നവർ തന്നെയാണ് എല്ലാവരും. ബട്ട് അത് ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ അത് മനസ്സിലാക്കി എടുക്കുകയും നമുക്കിത് കഴിയും എന്ന് നമ്മളെ തന്നെ തിരിച്ചറിയും. ഏത് രീതിയിലാണ് നമ്മൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ്. ആദ്യം നമുക്ക് ഈ ഭാഷയോടൊരു ഇഷ്ടമാണ് വേണ്ടത്. അപ്പൊ പലരും പറയുന്നത് മാം ഞാൻ എന്റെ ലൈഫിൽ നിന്ന് ഇത് മാറ്റി വെച്ചതാണ്, ഈ ഒരു ലാംഗ്വേജ് എനിക്ക് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയല്ല. നമ്മൾ ഇതിലേക്ക് ഒന്ന് എൻട്രി ചെയ്ത് വരുമ്പോഴാണ് ഇത് അത്ര വലിയ എന്താ പറയാ പിടികിട്ടാ പുള്ളിയൊന്നും അല്ല ഇത്. നമ്മൾ ട്രെയിൻ ചെയ്തെടുത്താല് അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് മാത്രമാണ് ഈ ഒരു എന്താ പറയുന്ന ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളത്. ഓക്കെ, അപ്പം അത് സത്യമാണ്. കാരണത്തിലേ ഞാൻ ചെറിയ പ്രായത്തിൽ ഇംഗ്ലീഷ് വേണ്ടെന്ന് പറഞ്ഞ മത്സരം നമ്മള് ഈ ബ്രിട്ടീഷുകാർ നമ്മൾ ഭരിച്ചു, നമ്മളെ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ നമ്മളൊരു ഇംഗ്ലീഷിനോട് വെറുച്ചിട്ടാണ് സത്യത്തിൽ വേണ്ടത്. ഞാൻ ഹിന്ദി പഠിച്ചിട്ടൊന്നും, പക്ഷെ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും.
കാരണം ഇപ്പൊ ക്യാമ്പിലൊക്കെ ഫുള്ള് ഹിന്ദി സംസാരിക്കുന്നത്, ഹിന്ദി പഠിച്ചിട്ടൊന്നുമല്ല. 3 മാസം നാഗ്പൂരിൽ പോയപ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഫ്ലുവന്റ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇംഗ്ലീഷ് നമ്മൾ വേണ്ടാന്ന് മാറ്റി വെച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. നമ്മളത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനോട് യാതൊരുവിധ ഇതും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. ഇതിപ്പോ നമ്മുടെ ബേസിക് കോഴ്സിലേക്ക് വരുന്ന എല്ലാവരുടെയും ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അതിനൊരു എഫേർട്ട് ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ലാംഗ്വേജിനെ മാറ്റി നിർത്തി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ലാംഗ്വേജിലേക്ക് വന്ന് ഈ ഒരു പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോൾ അതിനുള്ള ഒരു പേഷ്യൻസും നമ്മൾ കാണിക്കുകയും ചെയ്തവർക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കും കൂടെയാണ് നമ്മളിവിടെ ഈ ഒരു ഫ്രീ വെബിനാറിലൂടെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചതും കൂടെ. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൽ കോഴ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ കോഴ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. എനിവൺ എൽസ്? പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഫ്രീ വെബിനാർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ആർക്കൊന്നും ചോദിക്കാനില്ല എന്ന് വിചാരിക്കുന്നു. എനിവൺ? ഓക്കെ, എങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രീ വെബിനാർ, വളരെ സന്തോഷം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും വളരെ സന്തോഷം. കാരണം നിങ്ങൾ ഇത്രയും നേരം ഈ കേട്ടിരുന്നതിനും ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പ്രാക്ടീസിലൂടെ വന്നിട്ടുള്ള ഈ ഒരു കോഴ്സിന്റെ ഒരു റിസൾട്ടാണ്. ഓക്കെ, എത്രത്തോളമാണ് ഇതിലെ പാർട്ടിസിപ്പൻസിന് ഇത് ഉപകാരപ്പെട്ടത്, ഏത് തരത്തിലാണ് അവരിത് പഠിച്ചെടുത്തത് എന്നുള്ള ഒരു റിസൾട്ട് കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഒരു പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് വീണ്ടും വീണ്ടും പറയാനും ആ ഒരു പ്രാക്ടീസിലൂടെ കടന്നു പോകാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് നേരത്തെ പറഞ്ഞ പോലെ വെറും കുറെ വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രാക്ടീസ് ചെയ്യുന്നതല്ല. ഈ പ്രാക്ടീസിലൂടെ നമ്മുടെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്, നമ്മളെ മസിൽ മെമ്മറിയിൽ കൂട്ടുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. അപ്പോൾ ഒന്ന് മാത്രം ഞാൻ പറഞ്ഞു നിർത്താം, ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നിങ്ങൾ എത്രത്തോളം വില്ലിംഗ് ആണോ അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു ലാംഗ്വേജിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും പറഞ്ഞ് നമുക്ക് നമ്മുടെ ഫ്രീ വെബിനാർ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ വൺസ് അഗൈൻ. താങ്ക് യു മാം. എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ.